കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ബി.ജെ.പി. ഉള്ളത്. ഇനിയുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ്. കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു കൂട്ടം കേരളത്തിലുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങുകയാണ് ബി.ജെ.പി. അടിയുറച്ച CPM ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പി. മുഖം സുരേഷ് ഗോപി ആയിരിക്കും. CPM-ൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി. അത് ബി.ജെ.പി. അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത്. ഇതാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം. കണ്ണൂര് തൂക്കുമെന്ന് സുരേഷ് ഗോപി മുമ്പ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെയൊക്കെ ഭാഗം തന്നെ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്കുകൂട്ടൽ കേരള ബി.ജെ.പി. നേതൃത്വത്തിനുമുണ്ട്. കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ബോധവും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപി തന്നെയായിരിക്കും താരം. കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. നല്ല തിരക്കുകളും ഉണ്ടാകും. എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി.ജെ.പിയെ വളർത്താനും മുന്നിലുണ്ടാകുമെന്നാണ് കേരള നേതാക്കളുടെ വിലയിരുത്തൽ. സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴും. ജനങ്ങൾക്ക് ബി.ജെ.പിയോടുള്ള IA എന്ന മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ. വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി.ജെ.പിക്ക് മുതൽക്കൂട്ടാണ്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസം ആർജിച്ചെടുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ബി.ജെ.പി. കണ്ണൂർ ഉൾപ്പെടെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഒരേയൊരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാളേറെ CPM-നെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബി.ജെ.പിക്ക് വോട്ട് കൂടി എന്നതായിരുന്നു. ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് തുടങ്ങി പല CPM കോട്ടകളിലും ബി.ജെ.പി. കൂട്ടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകളാണ്. ഇവിടങ്ങളിലൊന്നും ബി.ജെ.പി. കാര്യമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നില്ല. CPM ഏരിയയെന്ന് കണ്ട് ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ബി.ജെ.പിക്കാർ പോലും ഞെട്ടി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തിടത്ത് പോലും 3 അക്ക വോട്ടുകൾ നേടാൻ അവർക്കായി. CPM-നോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ട് കൂടാൻ ഇടയാക്കിയത് എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട CPM നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങൾ മുതലെടുക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ ശ്രമം. CPM-ലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള CPM പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പാളയത്തിൽ എത്തുമെന്നും ബി.ജെ.പി. കണക്ക് കൂട്ടുന്നു. മുതിർന്ന നേതാക്കളായിരിക്കും CPM പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക. PK കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല എന്നാണ് റിപ്പോർട്ടുകൾ. CPM-ന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണത് പാർട്ടിക്ക് വലിയ വിള്ളലാണുള്ളത്. അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയിലും ആറ്റിങ്ങലുമെല്ലാം ബി.ജെ.പിക്ക് കിട്ടിയിരുന്നു. ഈഴവ വോട്ടുകൾ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരായ CPM വിമർശനങ്ങളെ തുടർന്നും ബി.ജെ.പി. നേതൃത്വം ശക്തമായി തന്നെ പ്രതിരോധിക്കും. CPM പ്രതിസന്ധി മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്.